ഓയിലും വെള്ളം കൂടി മിക്സായ ഒരു കംപ്ലൈൻ്റ് ആട്ടോ. പിന്നെ വണ്ടിക്ക് ഒരു മിസ്സിങ് പ്രോബ്ലം. ഓമിനിയാണ്. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ മിസ്സിങ് ആയിരുന്നു. കാർബറേറ്റർ ഓമിനിയാണ് വണ്ടി. സ്ലോ സ്പീഡിൽ ഒരു ജെർക്കിങ്, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഈ സിലിണ്ടറിൽ പ്രോപ്പർ ഫയറിങ് ഇല്ല. പ്രോപ്പർ ഫയറിങ് ഇല്ല. കറണ്ട് ആണെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്ത് രണ്ടാമത്തെ സിലിണ്ടറിൽ നിന്ന് കൂളൻ്റ് വരിക. ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ സിലിണ്ടറിൽ കറക്റ്റ് ഫയറിംഗ് ഇല്ലാതെ പോലത്തെ ഒരു കംപ്ലൈൻ്റ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂളൻ്റ് പാസ് ചെയ്യാറുണ്ട് പ്ലഗിലേക്ക്. അപ്പോൾ ചില സമയങ്ങളിൽ കൂളൻ്റ് ഓവറായിട്ട് വന്നിട്ട് ഫയറിംഗ് കറക്റ്റ് നടക്കാണ്ട് വരുന്ന സമയത്താണ് മിസ്സിങ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഹെഡ് ഇറക്കി നോക്കിയെങ്കിലും ഹെഡിൽ ഇങ്ങനെ നോട്ടത്തിൽ കാര്യമായ പ്രശ്നം കണ്ടില്ല. പക്ഷേ ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ 1-2 സ്ഥലത്ത് ചെറിയൊരു ചേർച്ചക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെഡ് കറക്റ്റ് ഫേസ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും കൂളൻ്റ് രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് പാസ് ചെയ്തത്. അപ്പോൾ ലൈറ്റി കൊടുത്ത് അതെല്ലാം സോൾവ് ചെയ്ത് ഡമ്മിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഡമ്മി മാറി. അപ്പോൾ ഹെഡ് ലൈറ്റി കൊടുത്ത് വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. കയറ്റി പിടിപ്പിച്ചു. വണ്ടിക്ക് കംപ്ലൈൻറ്റ് മാറി. ഹെഡ് ലൈറ്റി കൊടുത്തിട്ട് വർക്ക് കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ഹെഡിൻ്റെ ഫേസിങ്ങിന് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹെഡ് ഗ്യാസ്കറ്റ് കറക്റ്റ് സീറ്റ് ആവാതെ കൊണ്ടാണ് കൂളൻ്റ് രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് പ്രോബ്ലം ആയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു വാട്ടറിൻ്റെ ഡമ്മിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മൂവാറ്റുപുഴ ലൈറ്റിൽ ഗ്രാൻഡിൽ തന്നെ കൊടുത്ത് വർക്കെല്ലാം ചെയ്തു വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പലരും ചോദിക്കാറുണ്ട് കൂടുതലും പഴയ വണ്ടികളുടെ വീഡിയോ ആണല്ലോ ചെയ്യുന്നത്, പുതിയ വണ്ടികളുടെ വീഡിയോ ചെയ്തുകൂടെയും ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പുതിയ വണ്ടികളുടെ വർക്ക് കാര്യമായിട്ട് അറിയത്തില്ല. അറിയാവുന്നത് പഴയ വണ്ടികളുടെ വർക്കാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് കേട്ടോ.